നമസ്കാരം ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സെലക്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ട്രാൻസ്ഫർ വിശേഷങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. Xerxes to Manchester United, here we go. Matheus de Ligt, Leny Yoro and Ugarte plus Jarrad Braithwaite. സത്യം പറയട്ടെ, ഇവരുടെയൊക്കെ പേര് ഓർത്തിരിക്കാൻ തന്നെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ പേരിൽ എന്തെങ്കിലും തെറ്റുപറ്റുകയാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ചെൽസിക്കാരനിൽ ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ടോസിൻ അബർദായോ എന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ മേടിച്ച ഡിഫൻഡറാണ്. ഞാൻ ടൊഡീബോ എന്ന് പറഞ്ഞു. അപ്പൊ ചെൽസിയുടെ പ്ലെയറിനെ തന്നെ എനിക്ക് കൺഫ്യൂഷനായി. പിന്നെ നമ്മൾ റെനാറ്റോ വേഗ, പുതിയൊരു പ്ലെയറിന് അവന്റെ പേര് ഞാൻ റൊബർട്ടോ വേഗ എന്നും പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നു. കിയറൻ ഡ്രൂസ്ബറി ഹോൾ ആയിരുന്നു, ഞാൻ ലൂയിസ് ഡ്രൂസ്ബറി ഹോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ പേരുകളിൽ എന്തെങ്കിലും തെറ്റുപറ്റുകയാണെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾക്ക് മനസ്സിലായാൽ മതി ആരാണ് പ്ലെയർ എന്നുള്ളത്. നമുക്ക് നോക്കാം. Xerxes to Manchester United, here we go. ഒരു സ്ലാറ്റാൻ ഇബ്രാഹിമോവിച്ച് മാർഷ്യൽ സ്റ്റൈൽ ഒരു പ്ലെയർ ആണ്, ഒരു സ്ട്രൈക്കർ ആണ്. ഈവൻ ദോ ഡച്ച് നാഷണൽ ടീമിൽ ഇപ്പോ തേർഡ് ചോയ്സ് സ്ട്രൈക്കർ ആണെങ്കിൽ തന്നെയും ആസ് എ പ്ലെയർ ഹി ലുക്സ് ഫാന്റാസ്റ്റിക്. ടൈറ്റ് സ്പേസസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും 2 ഫീറ്റും എന്താ പറയണേ, വെരി കംഫർട്ടബിൾ. ഒരു യുണൈറ്റഡ് ഇപ്പൊ ഇല്ലാത്തൊരു ടൈപ്പ് പ്രൊഫൈൽ തന്നെയാണ് എങ്ങനെ നോക്കിയാലും Xerxes. പിന്നെ ഹോളണ്ടിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് ക്ലോസ്ലി ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോ, പ്രത്യേകിച്ച് യൂറോസിൽ ഹീസ് നോട്ട് മേക്കിംഗ് ദോസ് മൂവ്മെന്റ്സ്. അതായത് ഒരു എക്സ്പെക്ട്, ഇപ്പൊ ഞങ്ങൾ ജാക്സനെ ചീത്ത വിളിക്കും ചെൽസി ഫാൻസ്, കാരണം അവൻ സ്കോർ ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷെ ആ സ്കോറിംഗ് പൊസിഷനിലേക്ക് അവൻ മൂവ് ചെയ്യുന്നുണ്ട്. ഹോളണ്ടിന്റെ കേസ് എന്താണെന്ന് വെച്ചാൽ സ്കോറിംഗ് പൊസിഷൻസിലേക്ക് അവൻ മൂവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഹീസ് നോട്ട് ഡൂയിങ് ദാറ്റ് ബൈ ഹിംസെൽഫ്. ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ, ബോൾ അപ്പ് ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് മുമ്പിലുണ്ടെങ്കിൽ അവനെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് എനിക്കിപ്പോ ഇത് യൂറോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ നേരത്തെ വിചാരിച്ചു മേ ബി യുണൈറ്റഡ് അത്രത്തോളം സപ്ലൈ ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളത്. Xerxes അങ്ങനെയല്ല എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. ഹി ക്യാൻ ക്രിയേറ്റ് സ്പേസ് ഫോർ ഹിംസെൽഫ്, ഹി ക്യാൻ മേക്ക് ദോസ് മൂവ്മെന്റ്സ്. പ്രത്യേകിച്ച് ആ സ്പേസിലേക്കുള്ള മൂവ്മെന്റ് Xerxes ചെയ്യുന്ന ഒരു തരത്തിലുള്ള പ്ലെയർ ആണ്. ലിങ്കപ്പ് ഇൻവോൾവ്മെന്റിലുള്ള ഒരു പ്ലെയർ ആണ്. എന്നാലും സക്സസ് ആവുമോ നമുക്ക് അറിയില്ല. ബട്ട് യുണൈറ്റഡിന് ഇല്ലാത്ത തരത്തിലുള്ള പ്രൊഫൈലാണ് Xerxes. ആൻഡ് വെരി എക്സ്പെൻസീവ് സൈനിങ് അല്ല, ഒരു 30-35 മില്യൺ പൗണ്ട്സോളം വരുന്ന ഒരു സൈനിങ് ആണ്. അപ്പൊ നോക്കാൻ ഒരു സെൻസിബിൾ സ്മാർട്ട് ട്രാൻസ്ഫർ എന്ന് പറയാം. ഹൗ വിൽ ദിസ് പ്ലെയർ പെർഫോം? Nobody can ever predict, അല്ലെ? അപ്പൊ അതുപോലെ Xerxes to Manchester United, here we go. Leny Yoro, very ഇൻട്രസ്റ്റിംഗ് കേസ്. ലില്ലും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ ബിഡ് എഗ്രീഡ് ആണ്. യൂറോ വെയിറ്റ് ചെയ്യുന്നത് അടുത്ത 12 മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡിലേക്ക് ഫ്രീ ആയിട്ട് പോകാന്നുള്ളൂ. സോ ഒരു കിലിയൻ എംബാപ്പെ സ്റ്റൈൽ ഒരു ഡീലിന് വേണ്ടിയിട്ടാണ് ലെനി യോറോ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. തെറ്റില്ല, റയൽ മാഡ്രിഡിലേക്ക് കളിക്കണം എന്ന് പറയുന്നത് ഏതൊരു പ്ലെയറിന്റെയും ആഗ്രഹം തന്നെയാണ്. പക്ഷെ ഇപ്പോഴും കിട്ടുന്ന ഒരു അവസരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകാൻ പറ്റുക, അല്ലെങ്കിൽ ഗെയിം ടൈം റെഗുലർലി കിട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. റയൽ മാഡ്രിഡിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂ ബെഞ്ചിലേക്ക് ആവാം, നാളെ അത് ലോണിലേക്ക് ആവാം, അങ്ങനെ പല ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്. പിന്നെ പുള്ളിക്കാരൻ ആരാണ് അഡ്വൈസ് ചെയ്യാൻ, എന്താണ് അഡ്വൈസ് ചെയ്യാൻ നമുക്ക് അറിയില്ല. പക്ഷെ ലില്ലും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഡീൽ എഗ്രി ചെയ്ത സ്ഥിതിക്ക് യൂറോ ഇപ്പൊ എന്നാലും തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്, വിച്ച് ഇസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ഇഫ് യു ആർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ പുൾ ഔട്ട് ഫോർ ദ ഡീൽ. കാരണം ഇഫ് എ പ്ലെയർ ഇസ് നോട്ട് openly interested in playing for Manchester United, not interested, is openly not interested to play for any club except Real Madrid, ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ പുൾ ഔട്ട് ഫോർ ദ ഡീൽ. ഓക്കെ, ഒരു അറ്റംപ്റ്റ് നടത്തി സംസാരിച്ച് നോക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഡീലിൽ നിന്ന് പുൾ ഔട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരു ക്ലബിന്റെ സ്റ്റാൻഡേർഡ് കുറയ്ക്കരുത് എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. അത് ഏതൊരു ക്ലബ് ആയാലും, ഇല്ലെങ്കിൽ മൂവ് ഓൺ. അതുകൊണ്ട് തന്നെയാണ് അടുത്ത പ്ലെയറിന് ജാരഡ് ബ്രാത്ത്വൈറ്റ് ആയിട്ടുള്ള പേഴ്സണൽ ടേംസ് യുണൈറ്റഡിന് ഒരു പ്രശ്നമല്ല, പക്ഷെ എവർട്ടൺ ആയിട്ടുള്ള ഒരു ടേംസ് ആണ് ഇപ്പോൾ ഉള്ള പ്രശ്നം. ലെനി യോറോയുടെ നേരെ വിപരീതമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കാരണം എവർട്ടൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊടുത്ത ഒഫീഷ്യൽ ബിഡ് ഓഫ് 45 മില്യൺ പ്ലസ് 5 മില്യൺ പൗണ്ട്സ്, ഏകദേശം 50 മില്യൺ വരുന്നുള്ള ഒരു ഡീല് എവർട്ടൺ റിജക്ട് ചെയ്തു. എവർട്ടൺ FFP റൂൾസ് ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് അവർ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിയിൽ ഇത്രയും ലോ വാല്യുവേഷനിൽ അവരെ സംബന്ധിച്ച്, എവർട്ടനെ സംബന്ധിച്ച് കൊടുക്കില്ല. അവരൊരു 85 to 90 മില്യൺ ആണ് ജാരഡ് ബ്രാത്ത്വൈറ്റിന് വേണ്ടിയിട്ട് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് അത്രത്തോളം ക്യാഷ് ഫ്ലോ ഇല്ല. അപ്പോൾ ക്യാഷ് ഫ്ലോയും ക്യാഷ് സ്ട്രക്ചറും വളരെ ഇമ്പോർട്ടന്റ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെയാണ് ബയൺ മ്യൂണിക്കും, ഇത് വേറൊരു കേസ്, ഡെലിറ്റ് ആയിട്ടുള്ള ഒരു സാലറി ഒരു ഇഷ്യൂ ഇല്ല. ബയൺ മ്യൂണിക്ക് വിൽക്കാനും താല്പര്യപ്പെടുന്ന ഒരു പ്ലെയർ ആണ്. പക്ഷെ ഇവിടെ ഒരു ഫീസ് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. ലെനി യോറോ പ്ലെയർ റയൽ മാഡ്രിഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടിരിക്കുന്നു. ജാരഡ് ബ്രാത്ത്വൈറ്റ് എവർട്ടണിന്റെ ബിഡ് മീറ്റ് ചെയ്യുന്നില്ല. ബയൺ മ്യൂണിക് ഓക്കെ സെല് ചെയ്യാം, പ്ലെയറും റെഡിയാണ്, ബട്ട് അവരുടെ ട്രാൻസ്ഫർ ഫീസ്, അപ്പൊ അവരുടെ ട്രാൻസ്ഫർ ഫീസ് മീറ്റ് ചെയ്യണം. പിന്നെ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ ഉള്ളതുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് അങ്ങനെ ചന്നം ഭിന്നമായിട്ട് കാശുകളെ വലിച്ചെറിയാനും പറ്റില്ല. സോ ദ ഡീൽ സ്ട്രക്ചറും വളരെ ഇമ്പോർട്ടന്റ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച്. സോ ഡെലിറ്റ്
ലെനി യോറോ ആൻഡ് ജാരഡ് ബ്രാഡ്ലി ഇത് ഏതെങ്കിലും രണ്ടുപേരെ ആയിരിക്കും എന്നെ സംബന്ധിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടാർഗറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോഴത്തെ ഒരു ചോയ്സിൽ ഐ തിങ്ക് ഡെലിറ്റ് കുഡ് ബി ലാൻഡിങ് ആസ് എ ഫേവറേറ്റ്. ഡെലിറ്റും ലിസാൻഡ്രോ മാർട്ടിനസും പാർട്ട്ണർഷിപ്പ് ആയിട്ടായിരിക്കും നമ്മൾ കൂടുതൽ കളി കാണാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രാത്ത്വെയ്റ്റ് സൈൻ ചെയ്യുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം ബ്രാത്ത്വെയ്റ്റ് ഇസ് എ ഫസ്റ്റ് ചോയ്സ് ഡിഫൻഡർ ഫോർ എവർട്ടൺ. അപ്പൊ ഡെലിറ്റും ബ്രാത്ത്വെയ്റ്റും ഒരുമിച്ച് വിത്ത് ലിസാൻഡ്രോ മാർട്ടിനസ് ഗെയിം ടൈം കിട്ടുന്നുള്ളതിൽ സംശയം വേണ്ട. So would you want to be a first choice? We'll have to wait and watch. And finally, Manuel Ugarte. ഇതിൽ ഉഗാർത്തേക്ക് ലീവ് ചെയ്യണം പി എസ് ജി വോൺസ് ഓൾസോ ഈ പറയുന്ന പോലെ പ്ലെയറിനെ വിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അവിടെ പോയ മൂവ്മെന്റ് ശരിയായിരുന്നില്ല. ചെൽസി അഗ്രസീവ്ലി സൈൻ ചെയ്യാൻ നോക്കിയതാണ് ലാസ്റ്റ് സീസൺ. വി വെൻ ഫോർ ഇറ്റ്. പക്ഷെ ഉഗാർത്തെ സെഡ് നോ, ഞങ്ങൾ ഈ പറയുന്ന പോലെ PSG പോവുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ മോയ്സസ് കൈസഡോന്റെ പുറകെ പോയത്. സോ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് ഉഗാർത്തയുടെ ഡീൽ എന്നുള്ള ഒരു കേസിൽ. ട്രാൻസ്ഫർ ഫീസ് ഒരു ഇഷ്യൂ ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്താണ് PSG ഡിമാൻഡ് ചെയ്യാൻ പോകുന്നത്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മൊത്തത്തിലുള്ള ക്യാഷ് ഫ്ലോ എത്രയായിരിക്കും എന്നുള്ളതും കണ്ടറിയാം. പക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇസ് അംബിഷ്യസ് ഇൻ ദിസ് ട്രാൻസ്ഫർ മാർക്കറ്റ്, പ്രിറ്റി ഇൻട്രസ്റ്റഡ് ടു സീ. ഇനി ഒരു ക്രിയേറ്റീവ് പ്ലെയറിനെ കൂടെ ആഡ് ചെയ്യണം. അതും കൂടെ ആഡ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ഫുട്ബോൾ ഇസ് ലൈഫ്.